നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ നാലാമത്തെ ചോദ്യം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ ചോദിച്ച നാലാമത്തെ ചോദ്യം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മുഗൾ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും 2021 തൊട്ട് അക്ബറിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടും മുഗൾ ഭരണമായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അക്ബറിന്റെ ഭരണ രീതികളുമായിട്ടോ അല്ലെങ്കിൽ റിലീജിയസ് പോളിസീസുമായിട്ടോ ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ചോദ്യം തന്നെയാണിത്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ +2 ഹിസ്റ്ററിക്കകത്ത് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ നിർത്താൻ പോകുന്ന ക്ലാസ്. അപ്പൊ ശ്രദ്ധിച്ച്, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? മധ്യ കാലഘട്ടത്തിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ട വസ്തുത കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ മുഗൾ ഭരണം എന്ന് പറയുമ്പോൾ അക്ബറിന്റെ കാര്യം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കിക്കേ, ഇൻഡോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായിട്ട് അക്ബറി നികുതിയുടെ തത്വങ്ങൾ വിശദീകരിക്കുന്നു. ടാക്സിനെ പറ്റി. അക്ബറിന്റെ മന്ത്രിസഭയിൽ 4 അംഗങ്ങൾ ഉണ്ടായിരുന്നു: വക്കീൽ, വസീർ, മിർബക്ഷി, അതുപോലെ സദർ ഉസ് സുദൂർ. 4 മതപരവും ജുഡീഷ്യറിയുമായി ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനികാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സൈനിക വകുപ്പാണ് നിയന്ത്രിക്കുകയും പണം നൽകുകയും ചെയ്തിരുന്നത്. 4 ജുഡീഷ്യറിയും സൈന്യവും ഒഴികെയുള്ള എല്ലാ അധികാരങ്ങളുടെയും തലവനായിരുന്നു രാജാവ്. 4 സ്റ്റേറ്റ്മെന്റ് പ്രധാനമായിട്ടും അക്ബറിന്റെ കാലഘട്ടത്തിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ചേ. ആദ്യത്തെ ചോദ്യം അക്ബറിയെ പറ്റിയിട്ടാണ്. അക്ബറി പഠിച്ചിട്ടില്ലാത്തവരായിട്ട് ആരുമില്ല. കാരണം അക്ബറിന്റെ കാലഘട്ടത്തിലായിക്കോട്ടെ, പ്രത്യേകിച്ച് മുഗൾസിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ മുഴുവൻ പറയുന്നത്. എങ്കിൽ പോലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അബുൽ ഫസൽ അല്ലമിയുടെ അക്ബറി എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് അക്ബറിയുടെ നികുതി തത്വങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ ഇല്ലയോ, ഇതൊന്നും അല്ലാതെ അക്ബറിക്കകത്ത് ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ടോ എന്നതുപോലെ നമുക്ക് അറിഞ്ഞുകൂടാ പുതുതായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. നോക്കിക്കോ, ആരാ എഴുതിയത് അക്ബറി? അബുൽ ഫസൽ അല്ലമിയാണ് എഴുതിയിട്ടുള്ളത്. നോക്കി, അക്ബർ ചക്രവർത്തിയുടെ ഉത്തരവിന്മേൽ. ആരുടെ കാലഘട്ടത്തിൽ? അപ്പം അക്ബറിന്റെ കാലഘട്ടത്തില് അക്ബറിന്റെ ഉത്തരവോട് കൂടിയിട്ട് അബുൽ ഫസൽ ഏറ്റെടുത്ത ചരിത്രപരമായും ഭരണപരവുമായ വലിയൊരു തരംതിരിക്കൽ പദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു അക്ബറി, അല്ലെ? അപ്പൊ അതിനകത്ത് എന്തുണ്ട്? ഭരണപരമായിട്ടുള്ള പദ്ധതികളുടെ തരംതിരിക്കൽ നടന്നിട്ടുണ്ട്. 5 പ്രാവശ്യത്തെ പുനരവലോകനത്തിന് ശേഷം 1598 ചക്രവർത്തിയുടെ 42ാം ഭരണവർഷത്തിലാണ് ഇതിന്റെ രചന പൂർത്തിയായത്. വർഷം ഓർത്തു വെച്ചേക്കാ, 1598 5 വട്ടം അത് മാറ്റി എഴുതുകയും ഒന്നുകൂടൊക്കെ ചിന്തിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഇത് പുറത്തിറക്കുന്നത്. അക്ബർ ചക്രവർത്തി നിയോഗിച്ച ഒരു ബൃഹത്തായ ചരിത്ര രചനാ പദ്ധതിയുടെ ഭാഗമായിരുന്നു അക്ബറി എന്ന് പറയുന്നത്. അക്ബർ നാമ എന്ന ഈ ബൃഹത് ചരിത്രം 3 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. എത്രയാണ്? 3. അക്ബർ നാമ എന്നറിയപ്പെടുന്നത് ഈ പുസ്തകം തന്നെയാണ്. ഇത് 3 പുസ്തകങ്ങളായിട്ടാണുള്ളത്. 3 പുസ്തകങ്ങളായിട്ടാണ് ഇതുള്ളത്. ഓരോ പുസ്തകത്തിനകത്തും എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. നോക്കിക്കേ, പ്രധാനമായിട്ടും പുസ്തകത്തിലുള്ളത് രാജസദസ്സിന്റെ രൂപീകരണം, ഭരണ സമ്പ്രദായം, സൈന്യം, വരുമാനത്തിന്റെ ഉറവിടം, അക്ബർ ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിലെ പ്രവിശ്യകളുടെ ഭൗതിക രൂപരേഖ, ജനങ്ങളുടെ സാഹിത്യ സാംസ്കാരിക മതപാരമ്പര്യങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുന്നു. എന്തൊക്കെയാ പറഞ്ഞത്? ഭരണ സമ്പ്രദായം, രാജസദസ് എങ്ങനെ രൂപീകരിക്കണം, സൈന്യം, വരുമാനത്തിന്റെ ഉറവിടം എന്തായിരിക്കണം, അക്ബർ ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിലെ പ്രവിശ്യകളുടെ ഭൗതിക രൂപരേഖ എങ്ങനെയാണ്, ജനങ്ങളുടെ സാഹിത്യ സാംസ്കാരിക മതപാരമ്പര്യങ്ങൾ എന്നിവയെക്കുറിച്ച് എല്ലാം വിശദമാക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് എന്ത്? അക്ബറിന്റെ കാലത്തിറങ്ങിയ ഈ ഒരു അക്ബറി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നോക്കിക്കേ, അക്ബറിന്റെ ഭരണകൂടത്തിന്റെ വിവിധ വകുപ്പുകളെ കുറിച്ചുള്ള വിവരണങ്ങൾക്കൊപ്പം തന്നെ സാമ്രാജ്യത്തിലെ വിവിധ പ്രവിശ്യകളെ കുറിച്ചുള്ള, അതായത് സുബ എന്ന പ്രീവിയസ് ചോദ്യമാണ്. സാമ്രാജ്യത്തിലെ വിവിധ പ്രവിശ്യകളെ, പ്രൊവിൻസസിനെ വിളിച്ചിരുന്ന പേരാണ് സുബ.
പ്രൊവിൻസസിനെ ഡിവൈഡ് ചെയ്തിരുന്നു, അതിനെ സുബ എന്ന് വിളിച്ചു. അതിനെ പറ്റിയുള്ള ദീർഘമായ വിവരണങ്ങളും ആ പ്രവിശ്യകളെ സംബന്ധിച്ചിട്ടുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള വിശദാംശങ്ങളും ഒക്കെ എന്തിനകത്തുണ്ട്? ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ വിവരങ്ങൾ ചിട്ടയോടുകൂടി ശേഖരിച്ച് സമാഹരിക്കൽ ഒരു പ്രധാനപ്പെട്ട രാജകീയ ഉദ്യമമായിരുന്നു. തന്റെ അതിവിശാലമായ ഭൂവിഭാഗങ്ങൾ നിലവിലുണ്ടായിരുന്ന വ്യത്യസ്തവും വിഭിന്നങ്ങളുമായ ആചാരങ്ങളെയും കീഴ്വഴക്കങ്ങളെയും കുറിച്ചുള്ള വിവരം ഇത് ചക്രവർത്തിക്ക് നൽകി. അതിനാൽ തന്നെ നമുക്ക് അക്ബറുടെ ഭരണകാലഘട്ടത്തിലെ മുഗൾ സാമ്രാജ്യത്തെ കുറിച്ചുള്ള അറിവിന്റെ ഖനിയായിട്ട് നമ്മൾ എന്ത് വിളിക്കുന്നു? ഈ ഐൻ ഇ അക്ബറി അഥവാ അക്ബർ നാമ എന്ന് വിളിക്കുന്നു. നോക്കിക്കേ, പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു 3 പുസ്തകങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ഭരണത്തെക്കുറിച്ച് വിവരിക്കുന്നത് 3 പുസ്തകങ്ങളായിരുന്നു. പിന്നീട് 5 പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ആദ്യത്തെ 3 പുസ്തകങ്ങൾ ഭരണത്തെക്കുറിച്ച് മാത്രം വിശദീകരിക്കുന്ന ഒന്നാണ്. മൻസിൻ, പേരോർത്ത് വെച്ചേ, മൻസിൻ അബദി എന്ന ഒന്നാമത്തെ പുസ്തകം രാജകീയ അന്തപുരത്തെയും അതിന്റെ പരിപാലനത്തെയും പറ്റിയിട്ടാണ് പരാമർശിക്കുന്നത്. മൻസിൻ അബദി, അതാണ് ഒന്നാമത്തെ ടെക്സ്റ്റ്. 2 സിപ്പാഹ് അബദി. എന്താ സിപ്പാഹ് അബദി? അതിനകത്താണ് സിവില്, സൈനിക ഭരണം, പരിചാരകന്മാരുടെ വകുപ്പ് എന്നിവയെ പറ്റിയിട്ട് പറയുന്നത്. ദെൻ വിജ്ഞാപനങ്ങളുടെയും രാജകീയ ഉദ്യോഗസ്ഥര്, പണ്ഡിതര്, കവികള്, കലാകാരന്മാര് എന്നിവരുടെ ലഘു ജീവചരിത്ര കുറിപ്പുകളൊക്കെ ഇതിനകത്തുണ്ട്. ഇനി നോക്കിക്കേ, 3ാമത്തെ പുസ്തകത്തിൽ സാമ്പത്തിക വശം. നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ? ഇൻഡോ ഇസ്ലാമിക് സാഹിത്യത്തിൽ ആദ്യമായി ഐനി അക്ബറി നികുതിയുടെ തത്വങ്ങൾ വിശദീകരിച്ചു. ഇനി ഏത് പുസ്തകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ 3ാമത്തെ പാർട്ടായിട്ടുള്ള ഏതാ പുസ്തകം? മുൽക്ക് അബദി എന്ന് പറയുന്ന, മുൽക്ക് അബദി കേട്ടോ, മുൽക്ക് അബദി എന്ന് പറയുന്ന 3ാം പുസ്തകത്തിനകത്ത് നികുതി വരുമാന നിരക്കുകളെ കുറിച്ച് വിലപ്പെട്ട ധാരാളം വിവരങ്ങൾ നൽകുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക, മുന്നോട്ടും ചോദിക്കാം. 12, അതായത് തുടർന്ന് 12 പ്രൊവിൻസസിന്റെ വിവരങ്ങൾ നമുക്ക് തരികയും ചെയ്യുന്നുണ്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ. എല്ലാ സുബകളുടെയും ഭൂമിശാസ്ത്രപരവും സ്ഥലവർണ്ണനാപരവുമായ സാമ്പത്തികമായ രൂപരേഖയും അവയുടെ ഭരണപരമായും ധനപരമായുള്ള വിഭജനങ്ങൾ അളന്നു തിട്ടപ്പെടുത്തുന്ന മൊത്തം സ്ഥലങ്ങളെ കുറിച്ചും നിശ്ചയിക്കപ്പെട്ട നികുതിയെ കുറിച്ചും ഒക്കെ ഉള്ളത് ഈ 3ാമത്തെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സുബയില്ലേ, അതായത് പ്രൊവിൻസസിന്, അതിനകത്ത് വിശദ വിവരങ്ങൾ നൽകിയ ശേഷം അവയ്ക്ക് താഴെയുള്ള സർക്കാരുകളുടെ വിസ്തരിച്ചുള്ള ചിത്രം അതും കൊടുക്കുന്നുണ്ട്. 8 കോളങ്ങളിലായിട്ട് ഓരോരോ കോളങ്ങളിലും എന്തൊക്കെയാണ് വരേണ്ടത്? പർഗാന അഥവാ മഹല്, അതുപോലെ കോട്ടകള്, കില എന്നാണ് കോട്ടകളെ വിളിക്കുന്നത്. അതുപോലെ അരാസിയും സമിന്നി പൈമുഖയും, അതായത് അളന്ന പ്രദേശങ്ങളുടെ ഒരു ടേബിൾ ഉണ്ട്. അത് പണമായി തിട്ടപ്പെടുത്തിയ നികുതിയെയാണ് നഗ്ദി, ഓർത്ത് വെച്ചോണേ, നക്ക് ദി, അത് പണമായി തിട്ടപ്പെടുത്തിയ നികുതിയെ വിളിച്ച പേര്, അത് 4ാമത്തെ കോളത്തിലുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന തുകയാണ് സുയൂൽ ഖൽ, എന്താ സുയൂൽ ഖൽ എന്ന് വിളിക്കുന്നത്. ദെൻ കോളം നമ്പർ 6 സമീന്ദാർമാരെ പറ്റിയിട്ടും കോളം 7, 8 സമീന്ദാർമാരുടെ ജാതിയെ പറ്റി, അവരുടെ കുതിരപ്പടയാളികളെ പറ്റിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ്. അവരുടെ കുതിരപ്പടയാളികൾക്ക് ഒരു പേര് വിളിക്കും സവാർ, കാലാൾ പടയാളികളെ പിയത, ഓക്കെ, അങ്ങനെയും വിളിക്കാറുണ്ട്. മുൽക്ക് അബദി ഉത്തരേന്ത്യൻ കാർഷിക സമൂഹത്തെ സംബന്ധിച്ച് ആകർഷകവും വിവരണാത്മകവും വളരെ സങ്കീർണവുമായ ഒരു കാഴ്ച നമുക്ക് നൽകുന്നു. ഏതാ ഈ മുൽക്ക് അബദി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ? 3ാമത്തെ ടെക്സ്റ്റ് ബുക്ക്. അതിനകത്താണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നികുതിയെ പറ്റിയിട്ടും സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയിട്ടും ഭൂമിയെ പറ്റിയിട്ടും അതുപോലെ ഓരോ കൃത്യമായിട്ടുള്ള 8 കോളങ്ങളിലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ മുൽക്ക് അബദി എന്ന് പറഞ്ഞ 3ാമത്തെ ടെക്സ്റ്റ് ബുക്കിലാണ്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഇനി ചോദിക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. സോ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ശരിയാണ്. ഇനി നോക്കിക്കേ ബാക്കി. ഇതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്, അതായത് ഐൻ ഇ അക്ബറിയുടെ പ്രാധാന്യം കണക്കിലെടുത്തിട്ട് ഒരുപാട് പണ്ഡിതന്മാർ അതിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഹെൻറി ബ്ലോക്ക്മാൻ ചിട്ടപ്പെടുത്തിയ ഐൻ കൊൽക്കത്തയിലെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ അവരുടെ ബിബ്ലിയോത്തിക്ക ഇൻഡിക്ക പരമ്പരകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകം 3 വാല്യങ്ങളായിട്ട് ഇംഗ്ലീഷിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടു. 1ാം വാല്യത്തിന്റെ അംഗീകൃതമായ തർജ്ജമ ഹെൻറി ബ്ലോക്ക്മാന്റേതാണ്. അതുപോലെ മറ്റ് 2 വാല്യങ്ങൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ആരാ? H.S. ജാരറ്റ്. ഓക്കെ, H.H. ജാരറ്റ്. അപ്പൊ ഹെൻറി ബ്ലോക്ക്മാൻ ആണ് 1ാമത്തെ വാല്യം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് 2 പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് H.S. ജാരറ്റ് ആണ്. അതുകൂടെ ഓർത്തു വെച്ചേക്കാം. അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതിന്റെ പ്രത്യേകത. ഈ പ്രത്യേകതയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഐൻ ഇ അക്ബറിയെ പറ്റിയിട്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് അക്ബർ ചക്രവർത്തിയുടെ ആവശ്യപ്രകാരമാണ് ഇത് കൃത്യമായിട്ട് അദ്ദേഹം പഠിക്കുകയും അതിനകത്ത് തെറ്റുകുറ്റങ്ങളെല്ലാം തിരുത്തി എന്തൊക്കെ കാര്യങ്ങൾ വേണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ വിശദമായിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ അയൻ അക്ബരിയെ പോലെ തന്നെ അക്ബറിന്റെ കാലഘട്ടത്തിലായിക്കോട്ടെ മറ്റുള്ളവരുടെ കാലഘട്ടത്തിലായിക്കോട്ടെ ഈ ഭൂമി തരംതിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഉണ്ട്. നോക്കിക്കേ, അക്ബർ ചക്രവർത്തി തന്റെ അഗാധ പാണ്ഡിത്യം ഉപയോഗിച്ചിട്ട് ഭൂമി തരംതിരിക്കുകയും ഓരോന്നിനും നൽകേണ്ട വ്യത്യസ്ത നികുതികൾ നിശ്ചയിക്കുകയും ചെയ്തു. ഇവിടെ ഇപ്പൊ നികുതി ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നോക്കിയേ, പൊളാജ്. എന്താ പൊളാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതിയാണ്. വർഷം തോറും ഓരോ വിളകൾ തുടർച്ചയായി കൃഷി ചെയ്യുകയും തരിശിടാൻ അനുവദിക്കാത്തതുമായിട്ടുള്ള ഭൂമിയാണ് പൊളാജ് എന്ന് പറയുന്നത്. എന്താണ്? വർഷം തോറും ഭൂമി തരംതിരിക്കുക, എന്നിട്ട് ഓരോ ഭൂമിക്കും ഓരോ നികുതിയുണ്ട്. ആ ഫസ്റ്റ് ഭൂമിയുടെ പേരാണ് പൊളാജ്. നികുതി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഇട്ട പൊളാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വിളകളും തുടർച്ചയായി കൃഷി ചെയ്യുക, അതായത് ഒരു കണ്ടിന്യൂവേഷൻ കൊടുക്കുക, ഇടയ്ക്കൊന്നും നിർത്തിയിടത്തില്ല, തരിശിടാൻ അനുവദിക്കത്തില്ല. ഭൂമിയുടെ കരുത്ത് തിരിച്ചുപിടിപ്പിക്കാൻ ആവശ്യമായ ഒരു നിശ്ചിത കാലത്തേക്ക് ചെയ്യാതിടുന്ന ഭൂമിയെ നമ്മൾ പരൗതി എന്ന് വിളിക്കും. ഇത് വിളിക്കും പരൗതി. 3-4 വർഷം തരിശിടുന്ന ഭൂമി ചാച്ചാർ എന്ന് വിളിക്കും. 5 അതിലധികമോ വർഷം കൃഷി ചെയ്യാതിടുന്ന ഭൂമിയാണ് ഗഞ്ചാർ എന്ന് വിളിക്കുന്നത്. ബഞ്ചാറാ കേട്ടോ, ബഞ്ചാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞ 2 തരം ഭൂമിയിൽ തന്നെ മികച്ചത്, ഇടത്തരം, മോശം. ആദ്യം പറഞ്ഞത് പൊളാജും പറഞ്ഞു, പിന്നെ രണ്ടാമത് പറഞ്ഞത് പരൗതിയും പറഞ്ഞു. ഇതിനകത്ത് തന്നെ മികച്ചതുണ്ട്, ഇടത്തരമുണ്ട്, മോശമുണ്ട്. ഈ 3 ഇനങ്ങളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഇനം ഭൂമിയിലെയും ഉൽപാദനം അവർ ഒന്നിച്ചു കൂടി ഇതിൽ മൂന്നാമത്തേത് ശരാശരി ഉൽപ്പന്നമായി കണ്ടെത്തിക്കാക്കി അതിന്റെ 1/3 നികുതിയായിട്ട് രാജാവിന് കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു ഭൂമിയുടെ തരംതിരിക്കലാണ് അവിടെ പറഞ്ഞത്. ദെൻ മൻസബ്ദാരി സിസ്റ്റം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മുഗൾ ഭരണ സംവിധാനത്തിലെ നെറുകയിലുണ്ടായിരുന്ന സൈനിക ഉദ്യോഗസ്ഥ ഭരണ തന്ത്രമായിരുന്നു, അല്ലെങ്കിൽ ഭരണയന്ത്രമായിരുന്നു മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. സൈനിക, അതായത് രാഷ്ട്രത്തിന്റെ സൈനിക ഇതര കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? ഈ മൻസബ്ദാരിക്കാണ്. ചില മൻസബ്ദാർമാർക്ക് എന്ത് കൊടുക്കും? പൈസയായിട്ട് കൊടുക്കും. ഭൂരിഭാഗവും എന്ത് കൊടുക്കും? രാഷ്ട്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് എന്ത് കൊടുക്കും? ജാഗീർ എന്ന് ഡിവൈഡ് ചെയ്തിട്ടുള്ള നികുതി വരുമാന ഭൂമിയുണ്ട്, ജാഗീർസ് എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ അത് ഇവർക്കും കൊടുക്കുകയാണ്, പതിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അവരവിടുന്ന് എന്തെടുക്കും? കിട്ടുന്ന വരുമാനം അവരെടുക്കും, അല്ലെങ്കിൽ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കും. അപ്പൊ മൻസബ്ദാരി സിസ്റ്റവും കൂടെ നോക്കി വെച്ചേക്കാം. ഇനി ഞാനിവിടെ ഒരു കാര്യം, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്നുകൂടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇത് ശരിയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത്, അക്ബറിന്റെ മന്ത്രിസഭയില് വക്കീല്, വസീർ, മിർബക്ഷി, സദർ സുദൂർ എന്ന് പറയുന്ന 4 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലെ? അപ്പൊ നോക്കിയേ, അക്ബറിന്റെ സെൻട്രലൈസ്ഡ് പവർ എംപയറിൽ, അതായത് അദ്ദേഹത്തിന് എംപയർ എന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് സുബാസ് അല്ലെങ്കിൽ പ്രൊവിൻസസ് ആയിട്ട് പല രീതിയിലും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോരുത്തർക്കും എന്താണ്? സുബേദാസ് ആണ്. ഓരോ സുബയും ഓരോ പ്രൊവിൻസസും കൺട്രോൾ ചെയ്യുന്ന സുബേദാസ് ആണ്. അവിടുത്തെ ലോ ആൻഡ് ഓർഡറും റവന്യൂ കളക്ഷനും മിലിറ്ററി ഡിഫൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കാണ്. The political structure can be divided into various level. അതായത് ഇദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ സെൻട്രൽ ലെവല് ഇപ്പൊ പറയുന്ന കൂട്ട് തന്നെ, അതായത് നമ്മളിപ്പം സെന്റർ, സംസ്ഥാനം എന്ന് പറയില്ലേ, അതുപോലെ സെൻട്രൽ ലെവല്, പ്രൊവിൻസസ് ലെവല്, ഡിസ്ട്രിക്ട്, പർഗാന, വില്ലേജ്, ഇങ്ങനെ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ പറയുന്ന കൂട്ട് തന്നെ സെൻട്രൽ ആണ് കാര്യങ്ങളെല്ലാം, മുഴുവനുള്ള ഹോൾ സ്ട്രക്ചറിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നു. പരമാധികാരം സെൻട്രലിനാണ്. അതായത് ഇമ്പോർട്ടന്റ് ഫംഗ്ഷണറീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ട വസീർ, ദിവാൻ, ഇതൊക്കെയാണ് വസീർ, ദിവാൻ. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ്. മിർബക്ഷി മിലിറ്ററിയുടെ ഹെഡാണ്, സൈന്യത്തിന്റെ ഹെഡ് മിർബക്ഷി. മിർസമാൻ ഇൻചാർജ് ഓഫ് ഇമ്പീരിയൽ ഹൗസ് ഹോൾഡും, സദാർ ഇൻചാർജ് ഓഫ് ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് എൻഡൗമെന്റും, ക്വാസി ഉൽ ഗുജാദ് ഹെഡ് ഓഫ് ജുഡീഷ്യറിയും, വക്കിയ നാവിസ് എന്ന് പറയുന്നത് ന്യൂസ് റിപ്പോർട്ടർ, അന്നത്തെ കാലത്തെ റൈറ്ററോ അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടറോ ആയിരുന്നു വക്കിയ നാവിസ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ആൾക്കാർ. ഇങ്ങോട്ട് നോക്കിയേ, പ്രധാനമായിട്ടും 4 അംഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? വക്കീൽ, പ്രധാനമന്ത്രി, നോക്കൂ ഇപ്പൊ പറഞ്ഞത് എന്തായിരുന്നു നമ്മള്? വസീർ, വക്കീൽ. ഇവിടെ വക്കീർ ഞാൻ കൊണ്ടുവന്നിട്ടില്ലെന്ന് തോന്നുന്നു, എന്നാൽ അദ്ദേഹത്തിന്റെ ആ പേരൂടെ ഇത് വെച്ചോണേ നിങ്ങള്. ഇത് വക്കീൽ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. വക്കീൽ, ഇതാണ് സ്പെല്ലിങ്, പ്രധാനമന്ത്രിയാണ്. ദെൻ വസീർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ആരായിരുന്നു? ധനമന്ത്രിയാണ്. മിർബക്ഷി കരസേനയുടെയും ഭരണത്തിന്റെയും ചുമതലയുള്ള മന്ത്രി. മിർബക്ഷി എന്ന് പറയുന്നത് ഹെഡ് ഓഫ് മിലിറ്ററി ആണ്. ദെൻ സദർ സുദൂർ മതത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും ചുമതല അദ്ദേഹത്തിനാണ്. സദർ സുദൂർ ഇൻചാർജ് ഓഫ് ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് എൻഡൗമെന്റ്. കുറച്ച് എക്സ്ട്രാ വന്നിട്ടുള്ളത് ഖ്വാസി ഉൽ ഖുദത്തും അതുപോലെ വാക്യ നാവിസ് എന്ന് പറയുന്നത്, ഖുജാത്തും വാക്യ നാവിസ്. ഈ 2 കാര്യങ്ങളൂടെ ഓർത്ത് വെച്ചേക്കുക. സോ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി അടുത്ത നോക്കിക്കേ, മതപരവും ജുഡീഷ്യറിയും ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനികാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സൈനിക വകുപ്പാണ് നിയന്ത്രിക്കുകയും പണം നൽകുകയും ചെയ്തിരുന്നത്. അതും ശരിയാണ്. അതായത് ജുഡീഷ്യറിയും
റിലീജിയസിന് ഭയങ്കര പ്രാധാന്യമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭരണകാലത്ത്. റിലീജിയസ് ജുഡീഷ്യറി ഒഴികെയുള്ള എല്ലാ സേവനങ്ങളും സൈനികാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും സൈനിക വകുപ്പ് നിയന്ത്രിക്കാൻ അവരെ ഏൽപ്പിക്കുകയും പണം നൽകുകയൊക്കെ ചെയ്തത് അവർ തന്നെയായിരുന്നു. എന്നാൽ അത് ശരിയാണ്. എന്നാൽ നാലാമത്തത് ജുഡീഷ്യറിയും സൈന്യവും ഒഴികെയുള്ള എല്ലാ അധികാരങ്ങളുടെയും തലവനായിരുന്നു രാജാവ്. മുകളിലുള്ളത് നമ്മൾ പറഞ്ഞു, മതവും ജുഡീഷ്യറി ആരുടെ ആയിരുന്നു? രാജാവിന്റെ അണ്ടറില. അപ്പൊ നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ജുഡീഷ്യറിയും സൈന്യവും ഒഴികെയുള്ള എല്ലാ അധികാരങ്ങളെയും തലവൻ രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഇതിന്റെ തലവനും രാജാവായിരുന്നു. എല്ലാത്തിന്റെയും തലവൻ രാജാവായിരുന്നു. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെന്റ് മാത്രം തെറ്റി, ഇത് ശരിയാണ്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, ബാക്കിയും കൂടെ പറയാം. പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. അക്ബർ made a division and systematic organization of the empire into different provinces or subas. Their number was 15 at the time of death of Akbar. 15 സുബാസ് ഉണ്ടായിരുന്നു, അതെല്ലാം സുബേദാസിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയായിരുന്നു. ഇനി ഇമ്പോർട്ടന്റ് ഫംഗ്ഷണറീസ് ഇൻക്ലൂഡ് സിപ്പ സലാർ, ഹെഡ് എക്സിക്യൂട്ടീവ്, ദിവാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ചാർജ്, ബക്ഷി ഇൻചാർജ് ഓഫ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്, സാദർ ഇൻചാർജ് ഓഫ് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ അവിടെ ഈ പറഞ്ഞുകൊണ്ട് തന്നെ പ്രൊവിൻസസിനെ പിന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രൊവിൻസസിനെയും സർക്കാസ് അല്ലെങ്കിൽ പർഗൺ അങ്ങനെയുള്ള ഒരു പേരിൽ ഡിവൈഡ് ചെയ്ത്, അല്ലെങ്കിൽ വില്ലേജുകളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരാഗൺസ് അല്ലെങ്കിൽ വില്ലേജസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ തന്നെ സർക്കാർ ഹാഡ് ഫംഗ്ഷണറീസ് ലൈക്ക് ഫൗസ്ദാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ് ഫൗസ്ദാർ, അമൽ ഗുസാർ റവന്യൂ കളക്ഷൻ, കോട്ട്വാൾ പ്രീവിയസ് ചോദ്യമാണ്, ലോ ആൻഡ് ഓർഡർ എവിടത്തെയാ? അതായത് പ്രൊവിൻസസിനെ ഡിവൈഡ് ചെയ്ത് സർക്കാർ, പർഗൺസ്, വില്ലേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ സർക്കാരിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ് ഫൗസ്ദാർ, അമൽ ഗുസാർ റവന്യൂ കളക്ട് ചെയ്യും, കോട്ട്വാൾ ആയിരുന്നു അവിടുത്തെ ലോ ആൻഡ് ഓർഡർ. നമ്മൾ ഈ ലോക്കൽ ലെവലിലുള്ള കോടതികൾ എന്ന് പറയില്ലേ, അതാണ് കോട്ട്വാൾ എന്ന് പറയുന്നത്. പിന്നെ പർഗണ ഹാഡ് ഫംഗ്ഷണറീസ് ലൈക്ക് ഷിക്ദാർ, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആണ് ഷിക്ദാർ, അമീൻ ആൻഡ് ഖാനുങ്കോ അതായത് റവന്യൂ ഒഫീഷ്യൽസ് ആണ്. ഇനി വില്ലേജ് ഏറ്റവും ലോവർ ലെവലിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഹെഡ്മാൻ എന്ന് പറയുന്നത്, നമ്മൾ വില്ലേജിന്റെ ഹെഡ്മാൻ എന്ന് പറയില്ലേ കാര്യങ്ങളൊക്കെ തീർപ്പാക്കുന്നത്, അതാണ് മുക്കാദാം. അതുപോലെ പട്വാരി എന്ന് പറയുന്നത് അവിടുത്തെ അക്കൗണ്ടന്റും, വാച്ച്മാൻ ആണ് ചൗക്കീദാർ എന്ന് പറയുന്നത് വില്ലേജ് ലെവലില്. അപ്പൊ ഇത്രയും പേരുകളൊന്ന് ഓർത്ത് വെച്ചോണം, പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ. ഇനി അക്ബറുടെ റവന്യൂ ആൻഡ് ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ പോളിസി ചോദിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള സിസ്റ്റം, മൻസബ്ദാരി സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ റവന്യൂ കളക്ഷനും അതുപോലെ ഈ പറഞ്ഞോട്ട് ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ പോളിസിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അക്ബറിന്റെ ഫിനാൻസ് മിനിസ്റ്റർ തോഡാർമാൾ ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന 2 പുതിയ സിസ്റ്റം ഉണ്ട് ലാൻഡ് റവന്യൂ കളക്ഷന്. ഒന്ന് സബ്ദി സിസ്റ്റവും ദഹ്സല, പ്രീവിയസ് ചോദ്യമാണ്, ഇതൊരു PYQ ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന തോഡർമാൾ കൊണ്ടുവന്നിട്ടുള്ള 2 ലാൻഡ് റവന്യൂ കളക്ഷന്റെ പേരായിരുന്നു സബ്ദി സിസ്റ്റം ആൻഡ് ദഹ്സല സിസ്റ്റം. സബ്ദി സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അക്ബറിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള നടപ്പിലാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് സബ്ദി സിസ്റ്റം. Land measurement and fixed cash revenue rate for each crop and all collection was conducted in cash. പൈസ രൂപത്തിൽ ഫിക്സഡ് ആയിട്ട് ഓരോ ലാൻഡ് മെഷർ ചെയ്തിട്ട് ഫിക്സഡ് റേറ്റ് വെച്ചിട്ടുണ്ട് ഓരോ ക്രോപ്പിനും. അതിനെ കൃത്യമായിട്ട് പൈസ രൂപത്തിൽ തന്നെ കിട്ടണം. അതാണ് സബ്ദി സിസ്റ്റം. ദഹ്സല എന്ന് പറയുമ്പോൾ റവന്യൂ കളക്ഷൻ സിസ്റ്റം തന്നെയാണ്. ദാറ്റ് ചേഞ്ച് ദ ലാൻഡ് മെഷർമെന്റ് മെത്തേഡ് ഫ്രം റോപ്സ് ടു ബാംബൂ പീസസ് കണക്റ്റഡ് ബൈ iron rings called bamboo jarit system. Okay, the government collected revenue based on the 10-year crop average. ഇവിടെ 10 വർഷത്തെ ഇത് വെച്ചിട്ട് അയൺ റിങ്സ് ഒക്കെ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് പീസ് ആക്കി മാറ്റിയതിനു ശേഷം അത് വെച്ചിട്ട് ഭൂമി അളന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു? കണക്ക് കൂട്ടി എടുക്കും. അതായത് എത്ര രൂപ നികുതി അടയ്ക്കണം എന്നുള്ളത് എടുക്കും. 10 വർഷം, ഒരു 10 വർഷമാണ് ഗവൺമെന്റ് ആ ഒരു റവന്യൂ കളക്ട് ചെയ്യുന്നത് ക്രോപ്പ് ആവറേജ് നോക്കിയിട്ട്. ഇതിന്റെ ബേസിസിലാണ് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ പൊളാജ്, പരൗതി, അതുപോലെ ചാഞ്ചാർ, ബഞ്ചാർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ പൊളാജ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞു? ആനുവലി എന്താണ്? ലാൻഡ് വിച്ച് വാസ് കൾട്ടിവേറ്റഡ് ആനുവലി. പരൗതി ലാൻഡ് വിച്ച് വാസ് ലെഫ്റ്റ് ഫാലോ ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് 1 to 2 years. ചാച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് വിച്ച് വാസ് ലെഫ്റ്റ് ഫാലോ ഫോർ 3 to 4 years. ബഞ്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തിന് മുകളിലേക്ക് അൺകൾട്ടിവേറ്റഡ് ആയിട്ട് കിടക്കുന്നത്. അങ്ങനെ ഭൂമിയെ തരംതിരിച്ചിരുന്നു. അത് ആരാ ചെയ്തത്? തോഡാർമാൾ ആയിരുന്നു ചെയ്തത്. ഇനി റിലീജിയസ് പോളിസി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിന്റെ റിലീജിയസ് പോളിസി നോക്കുന്ന സമയത്ത് വളരെ ടോളറൻസ് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു റിലീജിയസ്ലി ഇവർക്ക്. അതായത് എല്ലാ കമ്മ്യൂണിറ്റി അംഗീകരിക്കുന്ന ഒരു മുഗൾ രാജാവായിരുന്നു ഇദ്ദേഹം. അതായത് റിലീജിയസ് ടോളറൻസ് പറയണം. അതായത് ജിസ്യ എന്ന് പറയുന്നത്, ജസിയ എന്ന് നമ്മൾ മലയാളത്തിൽ പഠിക്കാറുണ്ട്, പോൾ ടാക്സ്, അത് അബോളിഷ് ചെയ്ത് നമ്മൾ പറയാറുണ്ട് അക്ബർ ആണെന്ന്, അല്ലെ? നോൺ മുസ്ലിംസിന് 1564 വരെ ഉണ്ടായിരുന്ന ജസിയ എന്ന് പറയുന്ന സമ്പ്രദായം, ഒരു പോൾ ടാക്സ് എടുത്തു മാറ്റിയത് അക്ബർ ആണ്. അതുപോലെ ഫോഴ്സ്ഡ് കൺവേർഷൻ, പ്രിസണേഴ്സിന്
ഇസ്ലാമിലേക്കുള്ള ഫോഴ്സ്ഡ് കൺവേർഷൻ നിർത്തലാക്കിയത് അക്ബറാണ്. സുൽ ഐക്കുൾ എന്ന് പറയുന്നത് അക്ബർ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. സുൽ ഐക്കുൾ അതായത് പൊളിറ്റിക്കൽ ആൻഡ് സ്പിരിച്വൽ യൂണിഫിക്കേഷൻ ഓഫ് ദ കൺട്രി, അതായത് യൂണിവേഴ്സൽ ടോളറൻസിന്റെ ഒരു പോളിസി കൊണ്ടുവന്നത്, എല്ലാ മതക്കാരെയും ഒരുപോലെ കാണുന്ന രീതിയിലുള്ള ഒരു ഇത്. ഇബാദത് ഖാന അതെന്താണെന്ന് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അക്ബർ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്, ഫത്തേപൂർ സിക്രിയിലാണ്. അവിടെ വെച്ചിട്ട് പല രീതിയിലുള്ള ഡിഫറെന്റ് റിലീജിയസ് അക്കാഡമിക്സിൽ ഉൾപ്പെട്ട ആൾക്കാരൊക്കെ വന്നിരുന്ന് ഡിസ്കസ് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഇബാദത് ഖാന. ദെൻ ദീൻ ഇലാഹി എന്ന് പറയുന്ന അക്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഡിവൈൻ ഫെയ്ത്ത് എന്ന് പറയുന്നത്, ദീൻ ഇലാഹി എന്ന് പറയുന്നത് ഒരു ന്യൂ റിലീജിയൻ ആയിരുന്നു, അത് പുതിയൊരു മതമായിരുന്നു ഇത്. ദാറ്റ് ബ്ലെൻഡഡ് ആസ്പെക്ട്സ് ഓഫ് ഇസ്ലാം, ഹിന്ദുയിസം ആൻഡ് അതേഴ്സ് ഇൻ 1582 എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മതമായിരുന്നു ദീൻ ഇലാഹി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും റിലീജിയസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്ന 9 ജുവൽസിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. മാക്സിമം പറയാൻ ശ്രമിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.